വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകനെ ഇ.ഡി. സമൻസ് അയച്ച വിവരം പൂഴ്ത്തിവെച്ചതിൽ ദുരൂഹതകളുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MP. 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത്. എന്നാൽ അത് ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. അതീവ രഹസ്യമായിട്ടാണ് ഇ.ഡി. മുഖ്യമന്ത്രിയുടെ മകന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് നൽകിയതെന്നും വേണുഗോപാൽ ആരോപിക്കുന്നു. കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാർക്കെതിരെ നോട്ടീസ് നൽകിയാൽ അത് ഇ.ഡി. ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കുന്നതാണ് പതിവ്. കേസുകളിൽ കാര്യമൊന്നും ഉണ്ടാവില്ലെങ്കിലും ചോദ്യം ചെയ്യലും അറസ്റ്റും മറ്റുമായി വലിയ വാർത്താ പ്രാധാന്യം അവർ തന്നെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസ്, ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ തുടങ്ങിയവരുടെ കേസ് എന്നിവ ചൂണ്ടിക്കാട്ടിയ വേണുഗോപാൽ ആ കേസുകൾ ഉണ്ടാക്കിയ കോലാഹലങ്ങളും ഓർമ്മിപ്പിച്ചു. എന്നാൽ കേരള മുഖ്യമന്ത്രിയുടെയും മകന്റെയും കാര്യത്തിൽ ഇ.ഡി. അത്തരം വലിയ പ്രചരണങ്ങൾക്കൊന്നും മുതിർന്നിട്ടില്ല. അതിൽ തന്നെ ദുരൂഹതകൾ ഉണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മകനെതിരായ തുടർ നടപടികൾ എന്തെല്ലാമായിരുന്നുവെന്ന് ഇ.ഡി. സമാധാനം പറയണം. ഈ കേസിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? മുഖ്യമന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്തോ? ഈ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ? എന്നിവ ഉൾപ്പെടെ ഇ.ഡിയിൽ നിന്നും മറുപടി കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളുണ്ടെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഇ.ഡി. നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദത്തിന് പറഞ്ഞാൽ പോലും മുഖ്യമന്ത്രിയും CPM-ഉം എന്തുകൊണ്ട് അന്ന് ഈ സമൻസിനെതിരെ പ്രതികരിച്ചില്ലെന്ന് കെ.സി. വേണുഗോപാൽ ചോദിക്കുന്നു. ഇ.ഡിയുടെ സമൻസിനെതിരെ നിയമ പോരാട്ടത്തിന് മുന്നോട്ട് വരാതിരുന്ന മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും നിലപാടിനെയും കെ.സി. വേണുഗോപാൽ വിമർശിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സമൻസിന്റെ വിവരം രഹസ്യമാക്കി വെക്കണമെന്ന് മുഖ്യമന്ത്രിക്കും CPM-നുമൊപ്പം ഇ.ഡിക്കും നിർബന്ധമുണ്ടായിരുന്നു. CPM-ഉം ഇ.ഡിയും കേരള സർക്കാരും മുഖ്യമന്ത്രിയും ഈ സമൻസ് വിവരം പൂഴ്ത്തിവെച്ചതിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്നും വേണുഗോപാൽ പറയുന്നു. പ്രോട്ടോകോൾ ലംഘിച്ചുള്ള മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള കേരള ഹൗസിലെ പ്രഭാത ഭക്ഷണം കഴിക്കലും കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥരില്ലാതെയുള്ള പിണറായി വിജയന്റെ സന്ദർശനവും ഇതിനിടെയാണ് നടന്നത്. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ദുരൂഹതകളുണ്ടെന്ന് വ്യക്തമാകും. ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം കേരള മുഖ്യമന്ത്രിക്കുണ്ട്. ഇതെല്ലാം തെറ്റാണെന്നും തട്ടിപ്പാണെന്നും തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? അതല്ലാതെ മടിയിൽ കനമില്ലെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്നും വസ്തുനിഷ്ഠമായി മറുപടി പറയണമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു.